കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആർടിഒ എൻഫോഴ്സ്മെന്റ് ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന കർശനമാക്കി. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ മുതൽ തലശ്ശേരിയിലും സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടന്നു. പരിശോധനയിൽ 50ഓളം ബസ്സുകൾ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി. അതേസമയം ആർടിഒ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനയ്ക്കെതിരെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. ബസ് സർവീസിനെ പ്രതികൂലമായി ബാധിക്കുന്ന എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന തുടരുകയാണെങ്കിൽ സർവീസ് നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിൽ വാഹനാപകടങ്ങൾ പെരുകിയ സാഹചര്യത്തിൽ റോഡ് സുരക്ഷ മുൻനിർത്തിയാണ് ആർടിഒ എൻഫോഴ്സ്മെന്റ് വാഹന പരിശോധന കർശനമാക്കിയത്. ആദ്യപടിയായാണ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും പരിശോധന നടത്തും. തലശ്ശേരി ആർടിഒ സുഭാഷിന്റെ നേതൃത്വത്തിലാണ് തലശ്ശേരിയിൽ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത്. ജില്ലയിൽ 80ഓളം ബസ്സുകളിൽ പരിശോധന നടന്നു. ഇതിൽ 50ഓളം ബസ്സുകളിൽ നിയമലംഘനം കണ്ടെത്തി. എയർഹോൺ സ്ഥാപിച്ച ബസ്സുകളും സ്പീഡ് ഗവർണർ ഇല്ലാത്ത ബസ്സുകളുമാണ് പരിശോധനയിൽ കൂടുതലായും കണ്ടെത്തിയത്. എമർജൻസി എക്സിറ്റ് ബ്ലോക്ക് ചെയ്യൽ, പാസേജിൽ ചെറിയ സ്റ്റെപ്പ് സ്ഥാപിക്കൽ, സീറ്റ് സംവരണം പാലിക്കാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. 22ഓളം ഉദ്യോഗസ്ഥർ പരിശോധനയിൽ പങ്കെടുത്തു. തുടർന്നും പരിശോധന നടക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് MVA റിജിൻ പറഞ്ഞു. പരിശോധന നമ്മുടെ തലശ്ശേരി ആർടിഒ എൻഫോഴ്സ്മെന്റ് ശ്രീ സുഭാഷ് സാറുടെ നേതൃത്വത്തിൽ ബസ്സുകളിൽ കാണുന്ന ഒഫൻസുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പരിശോധന. പ്രധാനമായും നമ്മളിപ്പം സ്പീഡ് ഗവർണർ, അതുപോലെ തന്നെ അമിത സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇവർ ഉപയോഗിക്കുന്ന എയർ ഹോൺ, പിന്നെ സീറ്റ് സംവരണം, അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ്, നമ്മൾ വാഹനം വല്ല ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ പുറത്ത് കിടക്കാനുള്ള എമർജൻസി എക്സിറ്റ് ബ്ലോക്ക് ചെയ്യുക, സീറ്റ് സംവരണം, പിന്നെ ചെറിയ ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനുള്ള പാസേജിൽ ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് ഇന്ന് ചെക്കിങ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂരും തലശ്ശേരിയുമാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ബസ്സാണ് പരിശോധന നടത്തുന്നത്. ഈ 2 സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ഭാവിയിൽ നമ്മൾ ബാക്കി എല്ലാ സ്റ്റാൻഡുകളും എല്ലാ ബസ്സുകളും പരിശോധിക്കുന്നതാണ്. അതേസമയം പരിശോധനയ്ക്കെതിരെ ബസ്സുടമകൾ രംഗത്തെത്തി. ബസ് വ്യവസായം തകർച്ചയെ നേരിടുമ്പോൾ ട്രിപ്പ് മുടക്കിയുള്ള പരിശോധന കടുത്ത പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്നും പരിശോധന തുടർന്നാൽ സർവീസ് നിർത്തിവെക്കുമെന്നും അസോസിയേഷൻ സെക്രട്ടറി കെ ഗംഗാധരൻ പറഞ്ഞു. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ജില്ലയിൽ മൊത്തമായിട്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പ്രൈവറ്റ് ബസ്സുകളുടെ നേരെ ചെക്കിങ് എന്നതിൻ്റെ പേരിൽ വന്നിട്ട് നിരന്തരമായ ചെക്കിങ് നടത്തുകയും പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസ് നടത്താൻ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ടുണ്ടായിരിക്കുന്നു. കാരണം പ്രൈവറ്റ് ബസ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഒരു വിധത്തിലും മുൻപോട്ട് പോകാൻ പറ്റാതെ, കാരണം ദിനംപ്രതി വർദ്ധിപ്പിക്കുന്ന ഡീസലിൻ്റെ വില വർധനവ്, മറ്റ് ആനുപാതികമായിട്ടുള്ളതായ നടത്തിക്കൊണ്ടുപോകാനുള്ളതായ ചെലവ്, ഇതെല്ലാം കൊണ്ട് തന്നെ സർവീസ് നടത്താൻ വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരം പരിശോധനകളിലൂടെ വന്നിട്ട് വലിയ തുക വന്നിട്ട് പലിശ പിഴ ഈടാക്കിക്കൊണ്ട് ബസ്സുകാരെ വന്നിട്ട് ദ്രോഹിക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ളതായ നിരന്തരമായുള്ള പോലീസിൻ്റെ ഭാഗത്തു നിന്നും മോട്ടോർ വെഹിക്കിളിൻ്റെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ശല്യം അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള ചെക്കിങ് കാര്യം കൊണ്ട് പ്രൈവറ്റ് ബസ്സുകളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവീസ് നിർത്തിവെക്കേണ്ടതായ പരിപാടിയുമായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കേണ്ടി വരും, നിർബന്ധിക്കപ്പെടുകയാണ് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.